ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയാണ് പുറപ്പെടുന്നത്. കൂത്താടനും KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ ദർശിച്ച് ആറന്മുള സദ്യയിൽ പങ്കെടുത്ത് ആറന്മുള കണ്ണാടിയെല്ലാം കണ്ട് തിരിച്ചു വരുന്ന ഒരു യാത്ര രാവിലെ 5 മണിക്കാണ് പുറപ്പെടുന്നത്. ബസ്സെല്ലാം വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഈ യാത്ര പദ്ധതിയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. ആറന്മുള എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ തൃക്കൊടിത്താനം ക്ഷേത്രം, തിരുവണ്ടൂർ ക്ഷേത്രം, തൃച്ചിറ്റാറ്റ് ക്ഷേത്രം, തൃപ്പുലിയൂർ ക്ഷേത്രം എന്നീ തുടങ്ങിയ ക്ഷേത്രങ്ങളിലൂടെ സന്ദർശിച്ച ശേഷമാണ് അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ആറന്മുള ക്ഷേത്രത്തിൽ നമ്മൾ എത്തിച്ചേരുക. 18 വലിയ കൽപ്പടികൾ കടന്നിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുക. കർക്കിടകം 15 മുതൽ കന്നി 15 വരെ മഹാവള്ളസദ്യയാണ് ഈ ക്ഷേത്രത്തിൽ, പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുക. പരമ്പ് നിർമ്മിക്കാനുള്ള മുള ശേഖരിക്കാനായി പോയ ഒരു കൂട്ടം ആളുകൾ ഒരു അത്ഭുത തേജസ്സുള്ള ഒരു ബാലകനെ കണ്ടെത്തുകയും 6 മുളകൾ കെട്ടിയ ഒരു ചങ്ങാടത്തിൽ ആ ബാലകനെ ഒരു കൂടെ കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് ആ ബാലകനെ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ച് അവിടെ കുടിയിരുത്തി എന്നാണ് വിശ്വാസം. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുള്ളത് ആറന്മുള അടുത്തുള്ള കാട്ടൂർ എന്ന പ്രദേശത്ത് മങ്ങാട്ട് ഭട്ടതിരി എല്ലാ വർഷവും ഓണത്തിന് ഒരു ബാലകന് സദ്യ നൽകി പോന്നു. എന്നാൽ ഒരു വർഷം ആരും എത്താത്തതിൽ മനം നൊന്തിരിക്കുന്ന സമയത്ത് ഒരു ബാലകൻ, തേജസ്സുള്ളൊരു ബാലകൻ അവിടെ എത്തുകയും സദ്യ പങ്കെടുക്കുകയും ചെയ്തു. ഇനിയും വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ച സ്ഥിതിക്ക് ഇനി ആറന്മുളയിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞതനുസരിച്ചാണ് പിന്നീട് വള്ളസദ്യ തുടക്കമിട്ടത്. ആചാരം മുടങ്ങാതെ എല്ലാ വർഷവും തിരുവോണത്തിൻ്റെ തലേന്ന് മങ്ങാട്ട് നിന്ന് തിരുവോണത്തോണി പുറപ്പെട്ട് തിരുവോണത്തിൻ്റെ അന്ന് അതിരാവിലെ വെളുപ്പിന് ഈ ക്ഷേത്ര പരിസരത്ത് ഒരു സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളുമായി എത്തുന്നു. ഓരോ വർഷവും അനേകം ആളുകൾ വഴിപാടായി വള്ളസദ്യയായിട്ട് നടത്തുന്നു. വള്ളസദ്യ നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ക്ഷേത്രത്തിൽ രാവിലെ തന്നെ എത്തി പറയും നെല്ലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പള്ളിയോടങ്ങളുമായി വരികയാണ് ചെയ്യുന്നത്. പള്ളിയോടങ്ങൾക്ക് ഇവിടെ ഗംഭീര സ്വീകരണമാണ് കൊടുക്കുന്നത്. വളരെയധികം കൊത്തുപണികളുള്ള ഒരു ക്ഷേത്രമാണ് പാർത്ഥസാരഥി ക്ഷേത്രം. വഞ്ചിപ്പാട്ടിൻ്റെ വേറിട്ട രീതിയിലുള്ള ഒരു ആലാപനമാണ് ഇവിടെ നടക്കുന്നത്. പള്ളിയോടങ്ങളെ ക്ഷേത്ര സമാനമായാണ് കണക്കാക്കുക, വളരെ പൂജ്യമായിട്ടാണ് കണക്കാക്കുക. നോമ്പ് നോറ്റ് പാദരക്ഷകളൊന്നും ഉപയോഗിക്കാതെ വേണം പള്ളിയോടങ്ങളിൽ പ്രവേശിക്കാൻ. സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പള്ളിയോടങ്ങൾ വന്നടക്കുന്ന വടക്കേ നടയിലിട്ടുള്ളൊരു പ്രവേശന കവാടമാണിത്. ഓരോ ദിവസവും വിവിധ കരകളിലുള്ള ആളുകളാണ് ഇവിടെ പള്ളിയോടങ്ങളുമായി എത്തുക. പമ്പയാറിനെ വന്നെടുക്കുന്ന ഈ മനോഹര കാഴ്ചകൾ കാണാനായിട്ട് അനേകം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പള്ളിയോടം അങ്ങ് ദൂരെ നിന്ന് പുറപ്പെട്ട് തീരത്തോടടുത്ത് വരുന്നുണ്ട്. ഇതൊന്ന് വലം വച്ച ശേഷമാണ് തീരത്തോടടുത്ത് വരിക. അനന്തശയനത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു വളഞ്ഞ മാതൃകയിലാണ് പള്ളിയോടങ്ങൾ ഉണ്ടാവുക. പള്ളിയോടങ്ങളിൽ വരുന്ന ആളുകൾക്ക് ഇവിടെ ഗംഭീര സ്വീകരണമാണ് കൊടുക്കുക. ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച പൂമാലയും എല്ലാം ചാർത്തിയാണ് വരിക. ചില അപകടങ്ങളുണ്ടായ സാഹചര്യത്തിൽ സുരക്ഷാ ബോട്ടുകൾ അകമ്പടി സേവിക്കുന്നുണ്ട്. ആരോമൽ പൂമേനി
ഇങ്ങനെ വിവിധ കരക്കാരുടെ പള്ളിയോടങ്ങൾ ഈ തീരത്തണയുന്നുണ്ട്. ഇങ്ങനെ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് ഗംഭീര സ്വീകരണമാണ് നൽകുക. മുത്തുക്കൂട ചൂടി അവരെ സ്വീകരിക്കുന്നു. അതുപോലെ വെറ്റില, പുകയില, അഷ്ടമംഗല്യം എന്നിവ കൊടുക്കുന്നു. പ്രധാനമായ വള്ളസദ്യ നടക്കുന്നത് മെയിൻ ഹാളിലാണ്. അവിടെ വള്ളസദ്യ വഴിപാട് നേർന്നവരും അവർ അതിഥികളെ ക്ഷണിച്ചെത്തുന്ന ആളുകൾക്കുമാണ് പ്രവേശനമുള്ളത്. KSRTCയുടെ കെയർ ഓഫിൽ വരുന്ന ആളുകൾക്ക് പാഞ്ചജന്യം എന്ന് പറയപ്പെടുന്ന ഈ ഓഡിറ്റോറിയത്തിലാണ് സദ്യ നൽകുക. അറുപത്തിനാല് വിഭവങ്ങളടങ്ങുന്ന സദ്യയാണ് വിളമ്പുക. അതിൽ തന്നെ വിവിധ ഇനം മധുരങ്ങൾ, അടപ്രഥമൻ, പഴപ്രഥമൻ, പരിപ്രഥമൻ, പാൽപ്പായസം അടങ്ങിയ 4 കൂട്ടം പായസങ്ങൾ വേറിട്ട് നിൽക്കുന്നു. മെയിൻ ഹാളിലെ പോലെ തന്നെ ദീപം തെളിച്ചുള്ള പ്രാർത്ഥനയും സദ്യവട്ടങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള വള്ളപ്പാട്ടും നിറഞ്ഞതാണ് ഇവിടെ നടക്കുന്ന സദ്യയും. സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള പാളത്തൈരാണ് ഇവിടെ വിളമ്പുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും സദ്യയിൽ നിന്ന് പാടെ ഒഴിവാക്കിയിരിക്കുന്നു. ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യയാണിത്. 64 വിഭവങ്ങളുള്ള ഈ സദ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ സദ്യയായിട്ട് അറിയപ്പെടുന്നു.